സംസ്ഥാനത്തെ വിലക്കയറ്റവും ഇന്ധന വിലവർധനവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ്. മുൻ ധനമന്ത്രി KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ഇന്ധനവില ഉയരുമ്പോഴും സെസ് കുറയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ടത് നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. ഇതിനിടെ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയ സ്പീക്കറുടെ നടപടിയിൽ LDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ചതോടെ LDF അംഗങ്ങൾ സഭ വിട്ട് ഇറങ്ങുകയും ചെയ്തു. ഇന്ധനവിലയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജൂൺ 4-ന് സമരം നടത്താൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ധനവിലയിലെ വർധനവ് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ എന്ത് നടപടികളാകും കൈക്കൊള്ളുക? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ VD സതീശൻ സർക്കാരിന് സാധിക്കുമോ? കാണാം ആദ്യം RD എക്സ്ട്രാക്ട്. മുൻ ധനമന്ത്രി KN ബാലഗോപാലാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ മാസം 15-ന് ശേഷം 4 തവണ പെട്രോൾ ഡീസൽ വില കൂടിയത് സമസ്ത മേഖലകളിലും വിലക്കയറ്റത്തിന് കാരണമായെന്നും ഇന്ധന തീരുവ കുറയ്ക്കണമെന്നുമായിരുന്നു പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതല്ല മുഖ്യമന്ത്രിയായപ്പോൾ VD സതീശൻ ചെയ്യുന്നതെന്നും ബാലഗോപാൽ വിമർശിച്ചു. എന്നാൽ ഇന്ധനവില ഏറ്റവും കൂടിയ ഘട്ടത്തിൽ തീരുവ 2 രൂപ വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതിയും സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനിടെ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയ സ്പീക്കറുടെ നടപടിയും വിവാദത്തിലായി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രസംഗം പൂർത്തിയാകും മുൻപേ BJP അംഗം BB ഗോപകുമാറിനെ സ്പീക്കർ സംസാരിക്കാൻ അനുവദിച്ചതാണ് LDF നേതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായത്. സഭാതലത്തിൽ സർക്കാരിന് BJPയോട് മൃദു സമീപനമാണ് എന്ന വിമർശനമുയർത്താനും CPIM സംഭവത്തെ ഉപയോഗിച്ചേക്കും. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. ഇന്ധന വിലവർധനയിലൂടെ കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ തള്ളി. മുൻ സർക്കാർ ഉണ്ടാക്കിയ കടം വീട്ടണ്ടേ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി സംസ്ഥാന നികുതി കുറയ്ക്കുക എന്ന മണ്ടത്തരം ചെയ്യില്ല എന്ന മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ വാക്കുകളും ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം 2 ദിവസത്തിനുള്ളിൽ വരുമെന്നും വിസ്മയിപ്പിക്കുന്ന പല സത്യങ്ങളും അതിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതികരണം കേൾക്കാം. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പം ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞ വാക്കുപാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ചോദ്യം. ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും പിണറായി വിജയൻ പറഞ്ഞു. LDF സർക്കാർ 2018-ലും 2022-ലും അധിക വരുമാനം വേണ്ടെന്ന് വെച്ചെന്നും ധനസ്ഥിതി ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടതിനാൽ പറഞ്ഞ കാര്യം പാലിക്കണമെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സാർ, ഞങ്ങൾ 2018-ലും 2022-ലും 2 ഘട്ടത്തിൽ എല്ലാ പ്രാവശ്യവും കുറച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ നിരന്തരമായ വർധന വന്നൊരു സാഹചര്യം വന്നില്ല. 2018-ൽ 1 രൂപ ലിറ്ററിന് വെച്ച് ഞങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു പെട്രോളിന്. അന്ന് 500-ലധികം കോടി രൂപയുടെ ഇളവാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത്. സാർ, അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയതിനെതിരെ LDF അംഗങ്ങൾ രംഗത്തുവന്നു. ചട്ടങ്ങളുടെ വ്യതിയാനമാണ് ഉണ്ടായതെന്നും ഉദാരമനസ്കത വേണ്ടെന്നും സ്പീക്കറോട് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഒരു പുതിയ അംഗമായതുകൊണ്ടാണ് അനുമതി നൽകിയത് എന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാദം. അതിലേക്ക് കൂടി നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങൾക്ക്
ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രീസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ. അതേസമയം തോമസ് ഐസക് മുൻപ് പറഞ്ഞത് ഇപ്പോഴാണോ മുഖ്യമന്ത്രി പഠിച്ചതെന്നും പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചില്ലേ എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. സതീശന്റേത് അവസരവാദ നിലപാടാണെന്നും കന്റോൺമെന്റിൽ നിന്ന് സൈക്കിൾ ചവിട്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവ് സമരം ചെയ്ത ചിത്രം മുന്നിലുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പഠിച്ചത് മുഖ്യമന്ത്രിയായപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചില്ലേ? അല്ല, പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചോ അങ്ങനെയുള്ളൊരു കാര്യം? അതായത് തോമസ് ഐസക് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി സമരത്തിൻ്റെ ഭാഗമായി കന്റോൺമെൻറ്റിൽ നിന്ന് എന്തിനാണ് നിയമസഭയിലേക്ക് പോയി സമരം നടത്തിയത് എന്ന കാര്യം അന്ന് പഠിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവസരവാദമാണ്, അവസരവാദപരമായ നിലപാടാണ്. വിഷയത്തിൽ വിശകലനവുമായി മഹേഷ് ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. മഹേഷ്, ഇതിൽ ഇന്നത്തെ സഭാ നടപടികളൊക്കെ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ആർട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞത് അത് എന്താണെന്ന് മനസ്സിലാകാൻ സത്യത്തിൽ നമ്മൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ പ്രസംഗങ്ങൾ കേൾക്കണം, മുൻപുള്ളതും ഇപ്പോഴുള്ളതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തോന്നും അദ്ദേഹം നിലപാടുകളുടെ മാത്രമല്ല, അദ്ദേഹം ഒരു ന്യായീകരണത്തിൻ്റെ രാജകുമാരൻ കൂടിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. കാരണം ഇന്നത്തെ ഉദാഹരണം തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് അത് നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്ന് പറഞ്ഞത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ്. അപ്പോൾ അത്തരം മണ്ടത്തരം കാണിക്കാനാണോ എന്നോട് നിങ്ങൾ ഉപദേശിച്ചു തരുന്നത്, പറയുന്നത് എന്നാണല്ലോ ഇന്ന് അദ്ദേഹം സഭയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അന്ന് തോമസ് ഐസക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ ഇപ്പോഴാണോ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യം പഠിക്കുന്നത്? അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആ കാര്യം പഠിച്ചിരുന്നില്ലേ എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നേരത്തെ ഭരണപക്ഷത്ത് ഇരുന്നവർ പറയുന്ന ഒരു കാര്യം, വാക്കുകൾ എടുത്തുപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഏത് കാര്യം എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായും അദ്ദേഹത്തിന് അറിയാം. എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ തെന്നിമാറാനോ വ്യതിചലിക്കാനോ അതിൽ മറ്റൊരു ന്യായീകരണവാദം മുന്നോട്ട് വെക്കാനോ അദ്ദേഹം ഉപയോഗിക്കുന്നതും ഇതുകൂടിയാണ് എന്നുള്ളതാണ്. അത് വളരെ വിദഗ്ധമായി അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് അന്നത്തെ സർക്കാർ എന്ത് ചെയ്തു? ഇപ്പോൾ ബാലഗോപാലിൻ്റെ ബൈറ്റിൽ തന്നെ അതുണ്ട്. 2018-ലും 2022-ലും അവർ അധിക നികുതി വരുമാനം വേണ്ട എന്ന് വെക്കുകയുണ്ടായിരുന്നു. അന്ന് വലിയ നഷ്ടം തന്നെ സംസ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് വലിയ ഭാരമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അന്ന് അതിൽ നിന്നൊക്കെ ഒരല്പം ആശ്വാസം ആ സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഒരുപാടൊന്നും അങ്ങ് കുറച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ആ 2022-ന് ശേഷം പിന്നീട് ഇന്ധന വിലവർദ്ധനവിന് വലിയ വർധന ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോഴാണ് 4.5 വർഷത്തിന് ശേഷം അത് കൂട്ടുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം അതിൽ നിന്നും എത്രയോ ഭീകരമാണ് എന്നാണുള്ളത്. ഇപ്പോഴാണ് ശരിക്കും ഒരു നികുതി ഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. അത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും നിലവിൽ അത് പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം, മഹേഷേട്ടനും അറിയാം. അത് കാരണം നമ്മളൊരു ചായ കുടിക്കാൻ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് വില കൂടിയിരിക്കുന്നു, 15 രൂപയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, സൈക്കിള് ചവിട്ടി ഇറങ്ങേണ്ട അവസ്ഥ കൂടി വന്നിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചരിത്രത്തിലെ ചില ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ചരിത്രത്തിലെ ചില കാര്യങ്ങൾ പിക്ക് ചെയ്തെടുക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതും ചെയ്തതുമായ ചില കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നുള്ളത് കൂടി ഇതിൽ പ്രധാനമാണ്. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാനം സർക്കാരുകൾ അന്ന് എന്തു ചെയ്തു? അവർ നികുതി കൂട്ടി ഇവിടെയുള്ള ജനങ്ങളെ വലിയ രീതിയിൽ ദ്രോഹിക്കുകയാണ്, അത് ഒഴിവാക്കണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി കുറയ്ക്കണം, അതിൽ തന്നെ സംസ്ഥാന സർക്കാർ ഉറപ്പായി നികുതി കുറയ്ക്കണം എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തന്നെ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നൊന്ന്, കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് ഇക്കണ്ട MLA-മാരെയൊക്കെ വിളിച്ച് സൈക്കിള് ചവിട്ടിയാണ് അദ്ദേഹം അന്ന് നിയമസഭയിലെത്തിയത്. നിയമസഭയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം സൈക്കിള് ചവിട്ടി തന്നെ തിരികെ വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം മറന്നുപോയി. അന്ന് അദ്ദേഹത്തിന് അത് മണ്ടത്തരമായിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന് അത് പൊതുജനങ്ങൾക്കുള്ള ഒരാവശ്യം എന്ന നിലക്ക് അത് അടിയന്തരമായി പരിഗണിക്കേണ്ട, അത് പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ, ക്രിയാത്മകമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്നുള്ളത് വീണ്ടും വീണ്ടും അസേർട്ടീവായി അദ്ദേഹം അത് പറയുകയായിരുന്നു. അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അന്ന് ജനങ്ങളൊപ്പം നിന്നു, അന്ന് പൊതുവികാരവും ജനവികാരവും ഒക്കെ അദ്ദേഹത്തിനൊപ്പം തന്നെയായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിനത് മണ്ടത്തരമായിരുന്നില്ല. പക്ഷേ ഇന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിനത് മണ്ടത്തരമായി. അന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ വാക്കുപാലിക്കുമോ എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷം ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ്
പഴയ ഈ മറുപടി എടുത്തുകൊണ്ട് അദ്ദേഹം ഈ രീതിയിൽ മുന്നോട്ടിട്ട് ഇതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് ധനവകുപ്പ് കൂടി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത് വലിയ മണ്ടത്തരവും ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളതും ഓർമ്മ വരുന്നതെന്നുള്ളതാണ് ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ അവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിലൊരു സ്റ്റെബിലിറ്റി വരട്ടെ, അതിനുശേഷം നമുക്ക് ആ കാര്യത്തെപ്പറ്റി ആലോചിക്കാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും അതിനുശേഷവുമുള്ള പ്രതികരണങ്ങളിലൊക്കെ അദ്ദേഹം അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു അല്പം ആശ്വാസമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. കാരണം ഇത് ഇരുട്ടടി പോലെ നട്ടലിനടിയിട്ടിയ പോലെയാണല്ലോ നിലവിൽ ജനങ്ങളുടെ ഒരു അവസ്ഥ ഇവിടെ ഉള്ളത്. അപ്പോൾ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം അതിൽ അസന്നിഗ്ധമായി ഈ കാര്യം അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അത്തരം മണ്ടത്തരം, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ആലോചിക്കുന്നത് പോലുമില്ല എന്ന് വെച്ചാൽ ഇവിടെ വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ളതിനും സംശയമില്ല. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നത് മറ്റൊന്ന്, അതായത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടം തീർക്കണ്ടേ എന്നുള്ളത്. അതിൽ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കടത്തെക്കുറിച്ചുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ തന്നെ മറുപടിയായി കെ രാജൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നതുമുണ്ട്, നേരത്തെ CPI നിയമസഭാ കക്ഷി നേതാവ് അദ്ദേഹം പറയുന്നതുമുണ്ട്. കാരണം നിങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ 2016 500 കോടിയോളം കടം ഇതേ അളവിൽ ഇതേ കാര്യത്തിൽ നമുക്ക് മുകളിലും ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ തീർത്തല്ലോ. അതുമാത്രമല്ല, അത് കഴിഞ്ഞുള്ള 8 വർഷം ക്രിയാത്മകമായി തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഈ വിലക്കയറ്റം വിപണിയിൽ ഇടപെട്ടിരുന്നു. സപ്ലൈകോയിൽ 14 ഇനത്തിനും വില കൂട്ടാതെ പിടിച്ചു നിന്ന 8 വർഷമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ ആരോപണ പ്രത്യാരോപണ അടി തന്നെയായിരുന്നു, നല്ലൊരു വാക്പോര് തന്നെയായിരുന്നു ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് ഞാൻ പറയുന്നത് ആർട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അത് മുഖ്യമന്ത്രി VD സതീശനെ തന്നെ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ഇത് കാണുമ്പോൾ തീർച്ചയായും ഇവിടെയുള്ള ആളുകൾ പറയും, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇതിപ്പോൾ ബാലഗോപാൽ എടുത്തു പറഞ്ഞതാണ്, ഈ വാക്ക് മാത്രമല്ലല്ലോ, അത് പാലിക്കാൻ കൂടി ഉള്ളതാണ്. വാക്കായി മാത്രം നിർത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതൊരു പ്രതിപക്ഷ സ്വരമാണെങ്കിൽ പോലും ഇവിടെയുള്ള പല ജനങ്ങളുടെ മനസ്സിലും അത് ഉറപ്പായാലും ഉണ്ടാവും. അവർ ഉറപ്പായാലും പറയുകയും ചെയ്യും, ഇതിപ്പോൾ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ. അങ്ങനെയല്ലേ മഹേഷേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അല്ല, ശ്യാമിലി പറഞ്ഞ വസ്തുതകൾ പലതുണ്ട്. അതിനകത്ത് കൃത്യമായി പറയാം. ഇപ്പോൾ ഒരു ഹണിമൂൺ പീരീഡാണ് ഈ സർക്കാരിൻ്റെത്. ആ ഹണിമൂൺ പീരീഡിലെ ആദ്യത്തെ സൗന്ദര്യ പിണക്കമാണ് നമ്മൾ ഇന്ന് നിയമസഭയിൽ കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. അത് വലിയ തോതിലുള്ള വാക്പോരിലേക്കൊന്നും പോയില്ല. ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ വാക്പോര് നടത്തി, വാദങ്ങളും എതിർവാദങ്ങളും ഉന്നയിച്ചു. 16ാം കേരള നിയമസഭയിലെ ആദ്യത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസാണ് ഇന്ന് സഭയുടെ മുമ്പിൽ വന്നത്. അത് അവതരിപ്പിച്ചത് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അതിന് അനുമതി നിഷേധിക്കാൻ കാരണമായ പ്രസംഗം നടത്തിയത്, മറുപടി പറഞ്ഞത് നിലവിൽ ധനവകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി VD സതീശൻ മുൻപ് പറഞ്ഞ വാക്കുകൾ, തോമസ് ഐസക് ധനമന്ത്രി നിലയിൽ പറഞ്ഞ വാക്കുകൾ, ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ സഭയുടെ നടുത്തളത്തിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ് ചെയ്തത്. അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയാം. അതുപോലെ തന്നെ വളരെ തന്ത്രപരമായ മറുപടിയാണ് ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ VD സതീശൻ ഉന്നയിച്ചതെന്ന് വളരെ വ്യക്തമായി പറയാം. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അവസരമാണിതെന്ന വാദം, ആ ഒരു ശക്തമായൊരു വാദം തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാകട്ടെ KN ബാലഗോപാലാകട്ടെ രണ്ടുപേരും ഉന്നയിച്ചു. വാക്ക് പ്രവൃത്തിയായി മാറണം, അതിനുള്ള അവസരം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നൊരു കാര്യം, മുൻപ് 2016 ആദ്യ പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ വാക്കുകളാണ് അദ്ദേഹം കടമെടുക്കുന്നത്. നികുതി കുറയ്ക്കുന്നത് എന്നൊരു മണ്ടത്തരമാണ്. അപ്പോൾ ആ മണ്ടത്തരം ഞാൻ കാട്ടണോ എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാരിലെ ധനമന്ത്രി പറയുന്നത് എന്നായി അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ അത്തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം വീണ്ടും സഭയിലെ നടുത്തളത്തിലും അദ്ദേഹം പറയുകയുണ്ടായി. അത് കഴിഞ്ഞ മെയ് 15 മുതൽ 4 തവണയാണ് ഇന്ധന വില വർധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വിരാമം ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിനകത്ത് തീരുമാനമെടുക്കുക എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അനിശ്ചിതാവസ്ഥ, അതിന് പരിഹാരം ഉണ്ടായിട്ട് തീരുമാനമെടുക്കുക. അത് എപ്പോൾ ഈ വില വർധനവ് നിലയ്ക്കും,
നിർത്തുമെന്ന കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പും ആർക്കുമില്ല. അത് മറ്റേ പാഴൂർ പഠിപ്പുരെ പോയാലും അറിയാൻ വയ്യാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും വില വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെ കാണുന്നുണ്ട്. അതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അങ്ങനെ സാധ്യതകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു സമാശ്വാസമായിട്ട് അധിക നികുതി വേണ്ടെന്ന് വയ്ക്കണമെന്ന് നിർബന്ധമായി വാശി പിടിച്ചൊരു പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ. അദ്ദേഹം ശ്യാമലി ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ് ഓർമ്മിച്ചതുപോലെ തന്നെ കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്നും സൈക്കിൾ ചവിട്ടി അദ്ദേഹം നിയമസഭയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം MLA-മാരും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന ആവശ്യം അത് പ്രാബല്യത്തിലാക്കി കാണിക്കാൻ കിട്ടിയൊരു അവസരം കൂടിയായിരുന്നു ഇത്. പക്ഷേ അത്തരത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്കും ഇവിടെ മുഖ്യമന്ത്രി കടന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. ആ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിച്ചു, അത് ചർച്ച ചെയ്തില്ല. ഇത്തരം കാര്യങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണ് എന്നാണ് ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ വിലക്കയറ്റം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം സാധനങ്ങൾ തന്നെ ഇല്ല, ഉള്ളതിനെല്ലാം വില കൂടിയിരിക്കുന്നു. ഈ സാഹചര്യം എല്ലാവർക്കും അറിയാം, ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നൊരു കാര്യം. അത് നിയമസഭയിൽ മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സപ്ലൈകോയ്ക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മുകളിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു കടമുണ്ട്. ആ കടം നിൽക്കുന്നത് കൊണ്ട് വിപണി ഇടപെടൽ എങ്ങനെ നടത്താൻ കഴിയുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അപ്പുറത്തേക്ക് ക്രിയാത്മകമായി എന്ത് ചെയ്യാമെന്ന തരത്തിലുള്ള പ്രഖ്യാപനം എന്തായാലും നിയമസഭയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. ശ്യാമലി, ശരി. മറ്റൊന്ന്, ഈ സഭാ നടപടികൾ അറിയാതെ വരുന്ന ചില പുതിയ അംഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കൂടി ഇന്ന് അത്തരത്തിൽ കൂടി ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതിൽ ചില ഓർമ്മപ്പെടുത്തലും ഒക്കെ സഭയിൽ നടക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തെയൊക്കെ എങ്ങനെയാണ് ഇത് ഇത്ര വർഷമായി സഭാ നടപടികളൊക്കെ മഹേഷേട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നേരിട്ടും അല്ലാതെയും ഒക്കെ അതിൻ്റെ വിശകലനവും ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ ഇതൊരു ആദ്യം ഇക്കാലയളവിൽ ഒരു കൗതുകമായി തോന്നിയോ? എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും അത് ഒരു കൗതുകമാണ്. അതിനപ്പുറത്തേക്ക് ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. കാരണം സഭാ നടപടികൾ അറിയുന്നവർക്ക് അറിയാം, അതിനകത്തൊരു കീഴ്വഴക്കമുണ്ട്, നടപടിക്രമങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ രീതികളുണ്ട്. അപ്പോൾ ആ രീതികളിൽ മാറ്റം പെട്ടെന്നൊരു ദിവസം വരുത്താവുന്ന മാറ്റങ്ങളല്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്രതിപക്ഷം വോക്കൗട്ട് പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് CPM-ൻ്റെ നിയമസഭ നേതാവായ പിണറായി വിജയൻ സംസാരിക്കുന്നു. അദ്ദേഹം ഇതിനെതിരെ രൂക്ഷമായി മറുപടി ഈ അടിയന്തരപ്രമേയം ചർച്ച ചെയ്യാത്തതിനെതിരെ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ കക്ഷിയും ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം CPM അംഗങ്ങളും ഇറങ്ങിപ്പോകുന്ന സമയത്താണ് BJP-യുടെ നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ എഴുന്നേറ്റ് സംസാരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് CP-യുടെ നിയമസഭാ കക്ഷി നേതാവായ K. രാജൻ പറഞ്ഞു അത് സഭാ നടപടികൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജൻ പ്രസംഗത്തിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ രാജൻ പ്രസംഗിച്ച് രാജൻ്റെ പാർട്ടിയായ CPI അവർ MLA-മാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുമ്പോഴാണ് BB ഗോപകുമാർ വീണ്ടും എഴുന്നേറ്റത്. BB ഗോപകുമാർ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതിനൊരു ചട്ടമുണ്ട്, രീതിയുണ്ട്. ഇത് അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ട നിയമസഭാ കക്ഷി നേതാക്കൾക്കാണ് സംസാരിക്കാൻ അവസരം. ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ BJP ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ BB ഗോപകുമാറിന് സംസാരിക്കാനുള്ള അവകാശമില്ല. പക്ഷേ ആദ്യമായി സഭയിൽ വന്നിരിക്കുന്ന ഒരു അംഗമെന്ന നിലയിൽ താങ്കൾ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ താങ്കൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. താങ്കൾക്ക് കാര്യങ്ങൾ ചെറുതായി ഒന്ന് പറഞ്ഞ് ചുരുക്കി പറയാം എന്ന് ഒരു അവസരം കൊടുത്തു. പക്ഷേ അത് കീഴ്വഴക്കമാകരുതെന്നും ഇത് പ്രത്യേക സാഹിത്യത്തെ അനുവദിക്കുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ BB ഗോപകുമാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെ സംസാരിച്ചു. പിണറായി വിജയനെ ഏറ്റുമുട്ടുകയായിരുന്നു നേരിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ട്രംപിന് പേടിയാണ്, മുട്ടിടിക്കുകയാണ് മോദിക്കെന്ന് പറഞ്ഞപ്പോൾ ED-യെ കണ്ട് മുട്ടിടിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിലേക്കുള്ള പരിഹാസ വിമർശനമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ അംഗങ്ങൾ മടങ്ങിയെത്തുന്നത് സഭയിലേക്ക്. അപ്പോൾ അവിടെ പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ സംസാരിക്കാൻ ബാക്കി നിൽക്കുന്നത്. പ്രതിപക്ഷത്തെ മറ്റൊരു നിയമസഭാ കക്ഷിയുടെ നേതാവായ RJD-യുടെ നേതാവായ PK പ്രവീൺ സംസാരിക്കാനുണ്ട്. അപ്പോൾ പ്രവീണിൻ്റെ മുൻപാണ് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഇപ്പോൾ BB ഗോപകുമാർ സംസാരിച്ചത്. അപ്പോൾ അവരത് ബഹളമുണ്ടാക്കുന്നു. ആ ബഹളത്തിനിടയിൽ സ്പീക്കർ ഉദാര മനസ്കത കാണിച്ചതാണെന്ന് വിമർശനം പിണറായി വിജയൻ ഉന്നയിക്കുന്നു. ഇത് ചട്ടങ്ങളുടെ ലംഘനമാണ്, ഇതൊരു കീഴ്വഴക്കമായി മാറുമെന്ന ആശങ്ക അദ്ദേഹം ഉന്നയിച്ചപ്പോൾ ഉദാര മനസ്കത കാണിച്ചത് ഇപ്പോൾ തുടക്കത്തിലായതുകൊണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ആദ്യമേ നമ്മൾ ശത്രുക്കളെ പോലെ പെരുമാറേണ്ടതുണ്ടോ, ആദ്യമേ എന്ന അംഗമായതുകൊണ്ട് അവസരം കൊടുത്ത് അദ്ദേഹത്തിന് അറിയില്ല, അതുകൊണ്ട് അവസരം കൊടുത്തതാണ് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് അവസരം നൽകാമായിരുന്നു ചട്ടപ്രകാരം. അതായത് ഈ വോക്കൗട്ട് സെഷൻ പൂർത്തിയാക്കി ഇതിനകത്ത് നിയമസഭയിൽ ഇറങ്ങിപ്പോകുന്ന ഈ നേതാക്കൾ സംസാരിച്ച ശേഷം വേണമെങ്കിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാമായിരുന്നു. പക്ഷേ അതല്ല, ഇതിനിടയിൽ സംസാരിക്കാൻ അവസരം കൊടുത്തത് ശരിയായില്ല എന്ന തരത്തിലേക്കുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞാണ് PK പ്രവീൺകുമാർ സംസാരിക്കുന്നത്. അതിനുശേഷമാണ്
BJPയുടെ നേതാവായ വി മുരളീധരൻ ചട്ടം 307 പ്രകാരം ക്രമപ്രശ്നം ഉന്നയിച്ചു. എന്നാൽ ആ ക്രമപ്രശ്നം നിലനിൽക്കുന്നതല്ലെന്ന കൃത്യമായ റൂളിംഗ് സ്പീക്കർ നൽകുകയും ചെയ്തു. എന്തായാലും സഭാ നടപടികൾ കുറച്ചും കൂടി പഠിച്ച് മനസ്സിലാക്കി വേണം സഭാ അംഗങ്ങൾ പെരുമാറേണ്ടതെന്നൊരു പാഠം കൂടിയാണ് ഇന്നത്തെ നിയമസഭയിലെ രംഗങ്ങൾ നൽകിയത്. തീർച്ചയായും അങ്ങനെ സംഭവ ബഹുലം തന്നെയായിരുന്നു. എന്തായാലും വളരെ നന്ദി മഹേഷ് ചന്ദ്രൻ ഈ ഘട്ടത്തിൽ വിശകലനത്തിനായി ചേർന്നത്. നിലവിൽ രാജ്യവും സംസ്ഥാനവും നേരിടുന്ന പ്രധാന പ്രതിസന്ധി തന്നെയായിരുന്നു കേരള നിയമസഭയിലെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ധന വിലയിലുള്ള വർധനയും അതുമൂലമുണ്ടാകുന്ന വിലക്കയറ്റവുമാണ് ഇന്ന് നിയമസഭയിലേക്കും എത്തിയത്. കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ച വി ഡി സതീശൻ ഉന്നയിച്ച വാദങ്ങൾ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഓർമ്മപ്പെടുത്തിയത് നിയമസഭയിലെ ചർച്ചകളുടെ ആക്കം കൂട്ടിയെന്ന് മാത്രം. ഇന്ധനവില വർധനയുടെ ആഘാതം കുറയ്ക്കാൻ സംസ്ഥാന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടിരുന്ന വി ഡി സതീശൻ എന്നാൽ മുഖ്യമന്ത്രിയായപ്പോൾ നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം തങ്ങൾ കാണിക്കില്ല എന്ന് പറയുന്നതാണ് ഏറെ കൗതുകകരം. മുഖ്യമന്ത്രിയായപ്പോൾ മാത്രമാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി സതീശന് ബോധ്യപ്പെട്ടത് എന്ന് CPIM അടക്കം ആരോപിക്കുന്നതും അതുകൊണ്ടാണ്. എന്നാൽ വിലക്കയറ്റവും ഇന്ധന പ്രതിസന്ധിയുമെല്ലാം സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ വലക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണുക എന്നത് സർക്കാർ അനിവാര്യമായി ചെയ്യേണ്ട കാര്യവുമാണ്. അത് മുൻകാലങ്ങളിൽ പറഞ്ഞതുപോലെ നികുതി കുറച്ചുകൊണ്ടാകുമോ അതോ മറ്റു വിസ്മയങ്ങളിലൂടെ ആകുമോ എന്നതാണ് ഇനി സംസ്ഥാനത്തെ ജനതയും ഒപ്പം RDXും ഉറ്റുനോക്കുന്നത്.